ഈ ലോകത്ത് സദാചാരം എന്ന വാക്കിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത, സന്തോഷം എന്ന വാക്ക് മാത്രം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യന് ആ സന്തോഷത്തിന് വേണ്ടത് എന്താണോ അത് എന്തു തന്നെയായാലും കിട്ടും, കിട്ടിയിരിക്കും എന്ന് ഉറപ്പു തരുന്ന ഒരു മാസ്മരിക നഗരം. എവിടെ നോക്കിയാലും ആടിപ്പാടി ഉല്ലസിക്കുന്ന ജനങ്ങൾ മാത്രം. അങ്ങനെ ഒരു അടിപൊളി വൈബ് തരുന്ന ഒരു നഗരം, അതാണ് ലാസ് വെഗാസ്. ഇനി ഇതൊക്കെ പോട്ടെ, ഈ ലോകത്ത് ലാസ് വെഗാസിൽ മാത്രം കാണാൻ സാധിക്കുന്ന അടുത്ത അത്ഭുതം ദ സ്ഫിയർ. ആ സ്ഫിയറിനുള്ളിലെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അടിപൊളി ഒരു തിയേറ്റർ അനുഭവം, അതും നിങ്ങൾക്ക് കാണണ്ടേ? ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ ഇറ്റലിയിലെ വെനീസിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഗൊണ്ടോല, അത് വേറെ കാണാൻ സാധിക്കുന്നത് ഈ ലാസ് വെഗാസിലായിരിക്കും. ഇതും കഴിഞ്ഞ് ലോകത്തെ നാച്ചുറൽ വണ്ടേഴ്സിൽ ഒന്നായ ഗ്രാൻഡ് കാനിയന്റെ മുകളിലൂടെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരു യാത്ര. അപ്പോൾ ഇതൊക്കെ കാണാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെ നമ്മുടെ ലാസ് വെഗാസിലെ യാത്ര തുടരുകയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു, ലോക പ്രശസ്തമായ ലാസ് വെഗാസിൽ മാത്രമുള്ള സ്ഫിയറിലെ തിയേറ്റർ ഷോ കാണുക എന്നുള്ളതാണ്. വേറെ പല പരിപാടികളുണ്ട്, അത് വഴിയെ പറയാം. പോകുന്ന വഴിക്കാണ് നമ്മൾ വെനീഷ്യൻ എന്ന് പറയുന്ന ഹോട്ടൽ കണ്ടത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പറയാന്ന് വിചാരിക്കരുത്, ഇന്ന് നമ്മുടെ പാപ്പുക്കുട്ടി ഒടുക്കത്തെ ഗ്ലാമറിലും സ്റ്റൈലിലുമാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് വെനീഷ്യനിലേക്ക് തിരിച്ചു വരാം. അവിടുത്തെ ഏറ്റവും ആഡംബരമായിട്ടുള്ള ഹോട്ടലുകളിൽ ഒന്നാണ് വെനീഷ്യൻ. അപ്പൊ വെനീഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇറ്റലിയിലെ വെനീസിൽ കാണുന്ന ഗൊണ്ടോല, ഈ ഗൊണ്ടോല എന്ന് പറയുന്നത് വെനീസിലെ ആ കുഞ്ഞു കുഞ്ഞു കനാലുകളിലൂടെ പോകുന്ന ആ കുഞ്ഞു ഓടങ്ങൾ, ചെറിയ തോണികളെയാണ്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ തോണിയുടെ പേരാണ് ഗൊണ്ടോല. അപ്പോൾ അവിടെ വെനീസിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഗൊണ്ടോല യാത്ര നിങ്ങൾക്ക് ഈ വെനീഷ്യൻ ഹോട്ടലിലും അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ സ്ഫിയറിലേക്ക് യാത്ര തുടർന്നു. നമുക്ക് 5:30 മണിക്കാണ് വൈകുന്നേരം സ്ഫിയറിലെ തിയേറ്റർ ഷോയുടെ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ദൂരെ അതാ സ്ഫിയർ കാണാൻ തുടങ്ങി ഗൈസ്. എൻ്റെ അമ്മ ഒടുക്കത്തെ വെയിലും ചൂടുമാണ് കേട്ടോ. അങ്ങനെ ആ പൊരി വെയിലത്താണ് ഞങ്ങൾ സ്ഫിയറിൽ എത്തിയത്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ കടന്നിരുന്നു. എൻ്റെ അമ്മോ, തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഏകദേശം ഫുള്ളാണ്. 10-12,000 പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ തിയേറ്ററാണ് ഈ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷെ ചെന്നപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു യമണ്ടൻ തിയേറ്റർ ആണ് എന്നുള്ളതിലുപരി എന്താണ് ഇപ്പം ഇതിന് ബാക്കിയുള്ളതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ എന്തായാലും ദ വിസാർഡ് ഓഫ് ഓസ് എന്ന് പറയുന്ന ഷോ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത ഞങ്ങൾക്കങ്ങ് മനസ്സിലായത്. കാരണം തിയേറ്റർ, നമ്മൾ സാധാരണ തിയേറ്ററിന്റെ സ്ക്രീൻ എന്താ, നമ്മുടെ മുന്നിൽ മാത്രമാണ് അല്ലേ? ഇത് അങ്ങനെയല്ല. ഇത് ആ ഫുൾ നമ്മൾ ഇരിക്കുന്ന ഒരു ഗ്ലോബിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ മുഴുവൻ സ്ക്രീനാണ്. അതായത് നമ്മൾ മുന്നിൽ മാത്രമല്ല, 360 ഡിഗ്രി സ്ക്രീനാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഇതിലിരുന്ന് കാണുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ കാണുന്ന കഥാപാത്രങ്ങളുടെ കൂടെ ജീവിക്കുകയാണെന്ന് തോന്നും. ഒരു 360 ഡിഗ്രി എക്സ്പീരിയൻസ് ആണ്. അപ്പൊ കണ്ടോ, നമ്മുടെ തലയ്ക്ക് മുകളിലാണ് ആകാശവും സംഭവങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് തോന്നും നമ്മളും അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഇതെല്ലാം കാണും, എക്സ്പീരിയൻസും ചെയ്യാന്ന്. അപ്പൊ ആ കഥയില് ഒരു കൊടുങ്കാറ്റാണ് അതിന്റെ പ്രധാന വില്ലൻ കേട്ടോ. അപ്പൊ ഡൊറോത്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്നു. അവിടെ വരുന്ന ഒരു കൊടുങ്കാറ്റിലും അവിടുത്തെ ഒരു ദുർമന്ത്രവാദിനിയുടെ ശാപത്തിലും അവള് വേറൊരു ലോകത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ആ കൊടുങ്കാറ്റ് വന്നപ്പോൾ അവരവിടെ ഉണ്ടാക്കിയൊരു എഫക്റ്റ് ഉണ്ടല്ലോ, ശരിക്കും താഴെ നിന്ന് വലിയ 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 എമണ്ടൻ ഫാനുകളൊക്കെ വെച്ച് ഭയങ്കര കാറ്റും, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അത് അവിടെ കാണാൻ പറ്റും. ആ കൊടുങ്കാറ്റിൽ പലതും പറക്കില്ലേ, അപ്പൊ ആ പറക്കുന്ന സംഭവങ്ങളൊക്കെ ഇത് കണ്ടോ, ഞങ്ങളുടെ തിയേറ്ററിലും പറക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മളും ഈ കൊടുങ്കാറ്റിൽ പെട്ട പോലൊരു ഫീലാണ്. ഇപ്പൊ ഡൊറോത്തി പറക്കുമ്പോൾ, ഡൊറോത്തിയുടെ പട്ടിക്കുട്ടി പറക്കുമ്പോൾ നമ്മളും ഡൊറോത്തിയുടെ കൂടെ തന്നെ പറക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളും ശരിക്കും ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ട പോലെ. ഇപ്പൊ കണ്ടോ, നമ്മുടെ മേത്ത് ഈ സംഭവങ്ങളൊക്കെ വന്ന് വീഴും, ആ ഭയങ്കര കാറ്റ്, പൊടി, അങ്ങനെ ആകെ മൊത്തം ശരിക്കും ആ ഒരു ഫീല് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മുടെ ഡൊറോത്തി വേറെ ലോകത്തെത്തി കേട്ടോ. ആ ലോകം എന്ന് പറയുന്നത് ഒരു ഫെയറിയുടെ ലോകമാണ്, അതൊരു ഒരു ദേവതയുടെ ലോകമാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇത്തരത്തിൽ ഭംഗിയുള്ള പൂക്കളും കായ്കളും കനികളും ഒക്കെയാണ്. അപ്പൊ ശരിക്കും നമ്മള് ഈ ഒരു സംഭവം വന്നപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ അടുത്തു കൂടെ അവിടെയുള്ള ചിത്രശലഭങ്ങളൊക്കെ നമ്മുടെ അടുത്തു കൂടെ അവരങ്ങനെയുള്ള എഫക്റ്റ് ഒക്കെ വെച്ച് നമുക്ക് ചുറ്റും ചിത്രശലഭങ്ങൾ പറന്ന് നടക്കുന്നു. ശരിക്കും കണ്ടോ, നമ്മുടെ തലമുകളിൽ മുഴുവൻ നമ്മൾ ആ ഒരു പൂങ്കാവനത്തിൽ നമ്മൾ എത്തിപ്പെട്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അങ്ങനെ എന്താ പറയാ, ഒരു 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 ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ദേവത, നല്ല ദേവത. ഇതാണ് നമ്മുടെ ദുർമന്ത്രവാദിനി. ഇങ്ങനെയാണല്ലോ പല പഴയ കഥകളും, ഇംഗ്ലീഷ് കഥകൾ, കെട്ടുകഥകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഡൊറോത്തിയുടെ കഥയിൽ ഒരു ആപ്പിൾ വീഴുന്ന രംഗമുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും അവിടെ ആപ്പിൾ വീണു നമ്മുടെ മുകളിൽ നിന്ന്. എല്ലാവർക്കും കിട്ടിയില്ല, എനിക്കും പാപ്പുവിനും ഭാഗ്യവശാൽ 2 ആപ്പിൾ കിട്ടി.
അങ്ങനെ എല്ലാം ഒരു 3D ഇഫക്റ്റിലാണ് ആ തിയേറ്ററിന്റെ ഉള്ളിൽ നമ്മളും ഡൊറോത്തിയുടെ കൂടെ എല്ലാം കാണുകയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ദേവതയൊക്കെ കാണുമ്പോൾ നമുക്കും ശരിക്കും ഈ പറയുന്ന ദേവത നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പോലെ തോന്നും, നമുക്കും നമ്മുടെ മുകളിലും മഞ്ഞ് വീഴുന്ന പോലെ തോന്നും. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൊറോത്തിയുടെ കൂടെ നമ്മളും ആ ഒരു യാത്ര ആസ്വദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂർ ഷോ ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ലോകത്ത് ഇവിടെ മാത്രമുള്ള ഒരു മാസ്മരിക ഷോ ആണിത്. ഇനിയും പല സ്ഥലങ്ങളിലും വരാൻ പോകുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ നിമിഷം ഇത് ലാസ് വെഗാസിൽ ദ സ്ഫിയർ എന്ന് പറയുന്ന ഈ ഒരു മാന്ത്രിക ഗ്ലോബിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ, ലോകത്തിവിടെ മാത്രം. അങ്ങനെ ഞങ്ങൾ ഷോ ഒക്കെ കഴിഞ്ഞ് പുറത്തെത്തി. പിന്നെ ഗ്ലോബ് ഇങ്ങനെ പല 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 ലൈറ്റുകളിൽ ഇങ്ങനെ പ്രകാശിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഇരുന്നിട്ട് ഓരോ പാറ്റേൺ വരുമ്പോൾ, ഇപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ അതേ പാറ്റേണിൽ വന്നപ്പോൾ ഞാൻ പോയിരുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഇത് മാറി മാറിക്കൊണ്ടേയിരിക്കും. നല്ല നല്ല പാറ്റേൺ വരും, ചിലപ്പോൾ ഭയങ്കര ഡൾ കളേഴ്സാണ് വരിക. അപ്പം നല്ല കളർ വരുമ്പോൾ പോയിട്ടൊരു വീഡിയോ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആ ഗ്ലോബിന്റെ മുൻഭാഗത്ത് തന്നെ നമ്മുടെ ഡൊറോത്തിയുടെ ഒരു പ്രശസ്തമായ ഷൂ ഉണ്ട്. ആ ഷൂവിന്റെ ഒരു വലിയ മാതൃകയൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കണ്ടോ, അത് കംപ്ലീറ്റ് അങ്ങ് ബ്ലാക്ക് ആയി. അപ്പോൾ പാപ്പു സൈഡിനും കൂടി എന്നെ കളിയാക്കിയതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല ഗൈസ്, എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എടുത്തെടുത്തെടുത്ത് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല അടിപൊളി പാറ്റേൺസ് വന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ വന്നപ്പോൾ ഞാൻ എല്ലാവരെയും കൂട്ടി നല്ലൊരു അടിപൊളി വീഡിയോ ആ ഒരു സ്ഫിയറിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്ഫിയറിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. ഇനിയും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ധാരാളം പരിപാടികൾ ചെയ്യാനുണ്ട്. ഇപ്പം ഏകദേശം ഒരു 7-7:30 മണിയാണ്, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ വച്ചു പിടിച്ചത് ഡൗൺ ടൗണിലേക്കാണ്. ഇതും ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു. ഡൗൺ ടൗൺ ലാസ് വെഗാസ് ആണ് ശരിക്കും ലാസ് വെഗാസിന്റെ വൈബ് നമുക്ക് തരുന്ന സംഭവം എന്നുള്ളത് അവിടെയുള്ള ആളുകൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഡൗൺ ടൗൺ മിസ് ചെയ്യരുത്. അവിടെ തന്നെ ഫ്രീമോണ്ട് സ്ട്രീറ്റ്, ഇപ്പം നിങ്ങൾ കാണുന്നത് ഡൗൺ ടൗൺ ലാസ് വെഗാസ്, അവിടെ തന്നെ ഫ്രീമോണ്ട് സ്ട്രീറ്റ് കണ്ടോ. ഈ ഫ്രീമോണ്ട് സ്ട്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാണാതെ അനുഭവിക്കാതെ ലാസ് വെഗാസിൽ പോയ ആരും തിരിച്ചു വരരുത് കേട്ടോ. കാരണം ഇതൊരു സ്ട്രീറ്റാണ്, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമുക്കിങ്ങനെ നടക്കണം. പക്ഷേ ആ നടത്തത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അതെല്ലാം നല്ല കാഴ്ചകളാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ സദാചാരം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല കേട്ടോ. നമ്മൾ എല്ലാവിധ കാഴ്ചകളും കാണും. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത കാഴ്ചകളിൽ നിന്ന് നമ്മൾ കണ്ണ് തിരിക്കുക എന്നുള്ളതല്ലാതെ ലാസ് വെഗാസിനെ പോയി സദാചാരം പഠിപ്പിക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും അവർക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ഈ ഒരു 1.5 കിലോമീറ്ററിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ലാസ് വെഗാസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേയും പറഞ്ഞു, ആഡംബരത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും അവസാന വാക്കാണ്. അപ്പൊ അതുകൊണ്ട് പണമുള്ളവർക്ക് ഈ ഒരു സ്ഥലത്ത് ചെന്നാൽ, പ്രത്യേകിച്ച് ഈ ഫ്രീമോണ്ട് സ്ട്രീറ്റിൽ ചെന്നാൽ ഞാൻ മനസ്സിലാക്കിയത് അവിടെ എന്തും നിങ്ങൾക്ക് കിട്ടും, എന്തും. അപ്പോൾ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതൊക്കെ അവിടെ പോകുന്ന ആളുകളുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവരുടെ തീരുമാനമാണ്. എല്ലാത്തിനുമുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഉണ്ട്. അവിടെ ഉണ്ടല്ലോ, അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഫുള്ളി LED ഡിസ്പ്ലേ ആണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ. പിന്നെ ലൈവായിട്ട് ധാരാളം കൺസേർട്ടുകൾ, ഇപ്പം നിങ്ങൾ കണ്ടോ, ഒരു 3-4 മ്യൂസിക് ബാൻഡുകൾ ലൈവായിട്ട് അവിടെ പാടുന്നുണ്ടായിരിക്കും. അവിടെ ഇഷ്ടംപോലെ ആളുകൾ അത് ആസ്വദിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട് കണ്ടോ. എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടി മാത്രം വന്ന ആളുകളാണ്, വേറെ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ദിവസം കഴിയുകയാണ്. ഞാനും പാപ്പു കൂടി ലല്ലല്ലാ പാടി രാത്രി വീട്ടിലേക്ക് പോയി, റൂമിലേക്ക് പോയി. ഇത് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നാണ് ഞങ്ങളുടെ ലാസ് വെഗാസിലെ അവസാന ദിവസം. ഇപ്പം ഞങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് 6 മണിയാണ്. സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്, പരവരാ ഉദിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഞങ്ങൾ ഇന്നൊരു 1 ഡേ ബസ് ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗ്രാൻഡ് കാനിയോൺ. ഈ കാനിയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ? ഭയങ്കരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലോകത്തെ നാച്ചുറൽ വണ്ടേഴ്സിൽ ഒന്നാണ് ലാസ് വെഗാസിലെ അരിസോണ ഡെസേർട്ടിലുള്ള ഗ്രാൻഡ് കാനിയോൺ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ്, ഈ ടൂർസ് ഫോർ ഫൺ എന്ന് പറയുന്ന ഒരു ട്രിപ്പിംഗ് സംഭവമുണ്ട്, ചൈന ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അവർ വഴി ഒരു 1 ഡേ ട്രിപ്പ് പാക്കേജ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ആ പാക്കേജ് എടുത്ത് വന്ന ധാരാളം വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അരിസോണ ഇപ്പോൾ ഡെസേർട്ടിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളിവിടെ കാണുന്ന ഈ പലതരത്തിലുള്ള കള്ളിമുൾച്ചെടികളുണ്ട്. അപ്പോൾ ആ ഡെസേർട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം കള്ളിമുൾച്ചെടിയാണത്. അപ്പോൾ അവിടെ ഞങ്ങൾ അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയാട്ടോ. അവിടെ എത്തി. അതിനുശേഷം ഗ്രാൻഡ് കാനിയോണിൻ്റെ ഈ ബസ്സിലേക്ക് മാറി കയറണം. അവർ നമ്മളെ ആദ്യം കൊണ്ടുപോയത് ഈഗിൾ പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് ഈഗിൾ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ആ പാറയുടെ ഷേപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും എന്ത് ഷേപ്പിലാണ് അത്. ശരിക്കും ഒരു ഈഗിള് ചിറക് വിടർത്തിയിരിക്കുന്ന പോലെയില്ലേ? ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്, ആരും കൊത്തിവെച്ചതല്ല കേട്ടോ, നാച്ചുറൽ ആയിട്ട്. കണ്ടോ, ശരിക്കും ഒരു വലിയ ഈഗിൾ ഇങ്ങനെ
വിടർത്തിയിരിക്കുന്ന പോലെയാണ് ആ ഒരു പാറക്കെട്ട്. അതാണ് ആദ്യം കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് സ്കൈ വാക്കിലേക്കാണ്. സ്കൈ വാക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രാൻഡ് കാനിയോന്റെ മുകളിൽ ഒരു റാ എന്ന് പറയുന്ന ഷേപ്പിൽ വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ്, ഇങ്ങനെയുള്ള ഗ്ലാസ് ബ്രിഡ്ജുകൾ ലോകത്ത് ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ഈവൻ നമ്മുടെ എനിക്ക് തോന്നുന്നു വയനാട്ടിലും മൂന്നാറിലൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴേക്ക് അഗാധമായിട്ടുള്ള കാനിയോൺ ആണ്. അപ്പൊ ആ കാനിയോണിന്റെ മുകളിൽ വലിയൊരു എഞ്ചിനീയറിംഗ് എക്സലൻസ് കൂടിയാണ് അവർ ഈ സ്കൈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയോ വളരെ താഴെ അഗാധമായ ഒരു കൊക്കയാണ് അല്ലെങ്കിൽ ഗർത്തമാണ് താഴെ. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെയുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജിലൂടെ, ഒരു റാ എന്ന് എഴുതിയ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നമ്മൾക്ക് ഇങ്ങനെ നടന്നു വരാം. അപ്പൊ അതാണ് സ്കൈ വാക്ക്, ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ വളരെയധികം ഒരു എഞ്ചിനീയറിംഗ് എക്സലൻസ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന് തന്നെയാണ് ഈ സ്കൈ വാക്കിനെ വിളിക്കാൻ സാധിക്കുക. ലോകത്ത് ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈ വാക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്ലാസ് ബ്രിഡ്ജുകൾ വളരെ റെയറാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അതിന്റെ വിശേഷങ്ങളും അത് എങ്ങനെയാണ് നിർമ്മിച്ചത്, അതിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്താണെന്നൊക്കെ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സരിൻ ഇതിന് വന്നില്ല. സരിന് കുറച്ച് ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിന് അക്രോഫോബിയ എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഒരു പകുതി വഴി എത്തിയപ്പോൾ തന്നെ മൂപ്പര് തിരിച്ചു നടന്നു. അപ്പോൾ ഇതാണ് ആ സ്കൈ വാക്ക്. ഈഗിൾ പോയിന്റിന്റെ അടുത്താണ് ഈ സ്കൈ വാക്ക് ഉള്ളത് കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ അവിടെ കാണുന്നത്, പണ്ട് അവിടെ ഈ ഹ്വാലപ്പൈ എന്ന് പറയുന്നത് പണ്ട് ഈ സംഭവങ്ങൾ, അതായത് ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ഹ്വാലപ്പൈ. അപ്പോൾ അവര് അവിടെ താമസിച്ചിരുന്ന അവരുടെ പലതരത്തിലുള്ള വീടുകളുടെ മാതൃകകൾ അവരവിടെ വെച്ചിട്ടുണ്ട്. ചിലതിങ്ങനെ ഈ മരക്കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ വീടുകൾ, ചിലതിങ്ങനെ പുല്ലുകൾ കൊണ്ട്, അപ്പൊ പല മാതൃകകളുണ്ട്. അപ്പോൾ ആ മരുഭൂമിയിൽ പണ്ട് താമസിച്ചിരുന്ന ആ ഗോത്രവർഗ്ഗക്കാരുടെ രീതികളും അല്ലെങ്കിൽ അവരുടെ വീടുകളൊക്കെ അവരുടെ ഇപ്പോൾ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോയി കാണാം. ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് ഇനി അടുത്ത ഒരു ഗാനോ പോയിന്റ് ഉണ്ട്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് കാനിയോന്റെ. അങ്ങോട്ട് നമ്മൾ വീണ്ടും ബസ് കയറി, അവരുടെ ബസ് തന്നെ ഉണ്ട്, അത് കയറി പോകണം. നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടില്ല. അങ്ങനെ ഞാനും പാപ്പുവും സരിനും കൂടി ഗാനോ പോയിന്റിലെത്തി. അവിടെ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കണ്ടോ, നല്ല ചെങ്കല്ല് കളറിലുള്ള ഒരു കുന്നുണ്ട് അവിടെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, കാര്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് ഒരു ഭാഗത്തും, പിന്നെ ഈ പറയുന്ന ഈ കാനിയൺ, ഈ വലിയ ഗ്രാൻഡ് കാനിയൺ ഒരു ഭാഗത്തും. ഈ കാനിയന്റെ നടുക്ക് കൂടെ കൊളറാഡോ നദി ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഗാനോ പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കത് കാണാൻ സാധിക്കും. പക്ഷെ വീഡിയോ എടുക്കണമെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചിട്ട് ഒരു വേലിക്കെട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, വീണ് പോയാൽ അങ്ങ് വീഴുമെന്നുള്ളത് തന്നെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഞാൻ റിസ്ക് എടുത്തില്ല. അതിലൂടെ കൊളറാഡോ നദി അതിലൂടെ ഒഴുകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവറിനെ കണ്ടോ, ഞങ്ങളുടെ ഡ്രൈവറിന്റെ എന്താണ് ഒരു സൗന്ദര്യബോധം നോക്കി. എനിക്ക് ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായി. എത്ര വയസ്സായാലും അവർ വളരെ ജില്ലാണ്, നല്ല വൈബാണ് കണ്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ബസ്സിലെത്തി. ആ ബസ്സിൽ നിന്ന് നമ്മൾ യാത്ര തുടരുകയാണ്. തിരിച്ചിട്ടുള്ള യാത്രയിലാണ് നമ്മൾ ഹൂവർ ഡാമിലെത്തിയത്. ഹൂവർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ ഒരു USA ഒരു ഏറ്റവും ആളുകൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെല്ലാം കാണാൻ പോകുന്ന ഒരു ഡാമാണ്. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ സ്കൈ വാക്കിന്റെ ഒരു എക്സലൻസ്, അതേ പറഞ്ഞ പോലെ തന്നെ വളരെ ഉയരത്തിൽ USA വലിയൊരു പ്രദേശത്തേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു ഡാമാണിത്. അപ്പോൾ ഡാം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഡാം അല്ല, ഇത് വളരെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലോകത്ത് ഇത്ര ഹൈറ്റിലും ഇത്രയും ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഡാമുകൾ വളരെ കുറവാണ് ലോകത്ത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രശസ്തമായ ഡാമുകളിൽ ഒന്നാണ് ഹൂവർ ഡാം. അപ്പോൾ തിരിച്ചിട്ടുള്ള വഴിയിൽ ഞങ്ങൾ ആ ഹൂവർ ഡാമും കണ്ടു. അങ്ങനെ ഹൂവർ ഡാമൊക്കെ കണ്ട് ഏകദേശം ഇപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. ഒരു 6:30-7 മണിയോടുകൂടി ഞങ്ങളുടെ ലാസ് വെഗാസിലെ പരിപാടികളെല്ലാം തീർത്ത് റൂമിലെത്തി കേട്ടോ.